സ്പെഷ്യൽ വീഡിയോ വന്നിരിക്കുകയാണ്. അപ്പൊ എന്റെ കൂടെ ഉള്ളത് അച്ഛലാണ്. സോ അച്ഛൻ നമുക്ക് എന്ത് ചെയ്യാം, കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അച്ഛന്റെ മാർക്ക് എന്ന് പറയുന്നത് 499 ഔട്ട് ഓഫ് 500 ആണ്. സോ ക്ലാസ് 10 CBSE കുട്ടികളെ സംബന്ധിച്ച് അവർക്കറിയാം ഈ ഒരു മാർക്കിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ അല്ലേ. അതായത് ഒരു മാർക്കാണ് കുറവുള്ളത്, ബാക്കി എല്ലാ സബ്ജക്റ്റിലും ഫുൾ മാർക്ക്, ഇംഗ്ലീഷിനാകെ കുറവ് ഒരു മാർക്കാണ്. ഒരുപാട് സന്തോഷം അച്ഛൻ കണ്ടതില്. സോ ഈ 499 എന്ന് പറയുന്ന മാർക്ക് ഒരു വലിയ മാർക്കാണ്. അവർ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു മാർക്ക് ലഭിച്ച സമയത്ത് എക്സ്പെക്ടഡ് ഉണ്ടായിരുന്നു, എന്തായിരുന്നു അവസ്ഥ, എന്തായിരുന്നു ഒരു നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത്? വളരെ സന്തോഷം ഉണ്ടായിരുന്നു. മാർക്ക് ഞാൻ ഇത്രക്കില്ലെങ്കിൽ നല്ല പ്രതീക്ഷിച്ചിരുന്നു. കാരണം നല്ലോണം എഫേർട്സ് എടുത്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള റിസൾട്ടാണ്. പിന്നെ പാരന്റ്സിന്റെ സപ്പോർട്ടും ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും. പ്രതീക്ഷ റിസൾട്ട് തന്നെയാണ്. കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. സൈലന്റ് ക്ലാസ്സസ് ഹെൽപ്ഫുൾ ആയിരുന്നു. ക്ലാസ്സസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ്സസ് നല്ല ക്ലാസ്സസ് ആയിരുന്നു, ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ നോട്ട്സ്, അതേപോലെ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ് 10 CBSE ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്ന സബ്ജക്ട് ഏതായിരുന്നു? ഈസി ആയിട്ട് തോന്നിയ എനിക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആണ്, ലാംഗ്വേജ് അറബിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മാത്സ് ആണ് തോന്നിയത്. മാത്സ് ഈസി ആയിട്ട് തോന്നി. മാത്സ് ഇത് വർക്ക് ചെയ്യാൻ ഫോമിൽ അറിഞ്ഞാണ്ട് പിന്നെ അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്സിൽ പറയുന്ന സമയത്ത് വേർഡ് പ്രോബ്ലംസ് ഉണ്ട്, കേസ് സ്റ്റഡി ഉണ്ട്, അതൊക്കെ ടഫ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ലെങ്തിയാണ് കുട്ടികൾ പറയാറ്. ലെങ്തി ആണ്, പക്ഷെ ഞാൻ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ചെയ്ത് നോക്കിയിരുന്നു. അപ്പൊ അത് ഞാൻ ശീലായി. അപ്പൊ പിന്നെ എനിക്ക് ലെങ്തി പ്രോബ്ലം ആയിട്ട് തോന്നിയില്ല. നേരത്തെ ഞാൻ ഫിനിഷ് ആക്കിയിരുന്നു എക്സാം. ഓക്കെ, ടൈമിനുള്ളിൽ തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അടിപൊളി. MCQs ഒക്കെ നമ്മൾ ആദ്യമായിട്ട് 10th CBSE വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബോർഡ് എക്സാം ആണ് അല്ലേ? ഇത്രയും വർഷം നമുക്ക് ബോർഡ് എക്സാം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ 10th വരുമ്പോൾ എക്സ്ട്രാ പ്രിപ്പറേഷൻ ഒക്കെ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവില്ലേ, ബോർഡ് ആയതുകൊണ്ട്? എക്സ്ട്രാ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. കാരണം 9th വരെ ഞാൻ ഫുൾ എന്റർടൈൻമെന്റ് പഠിക്കുമായിരുന്നെങ്കിലും കുറെ എന്റർടൈൻമെന്റ്, കുറെ കളികൾ 10th ഉണ്ട്. പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്ക്രീൻ ടൈം കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സസിനും പിന്നെ ചെറിയ എന്തെങ്കിലും ബ്രേക്ക് എടുക്കുമ്പോൾ മാത്രമേ ഞാൻ ഫോണൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ ആക്ച്വലി സ്ക്രീൻ ടൈം അറിയാൻ വേണ്ടി കുട്ടികൾക്ക് ഭയങ്കര ആകാംക്ഷയായിരിക്കും. കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ സോഷ്യൽ മീഡിയ ആണ്. ഒരു സ്ക്രീൻ ടൈം പറയുവാണെങ്കിൽ ഒരു ദിവസം എത്ര മണിക്കൂറൊക്കെ ഫോൺ യൂസ് ചെയ്യും ഏകദേശം? സാധാരണ ഒരു സ്കൂൾ ഡേയ്സിലൊക്കെ ഞാൻ മാക്സിമം 2 hours. ക്ലാസ്സസ് ഞാൻ ഫുള്ള് എല്ലാ ഡീറ്റെയിലും നോക്കില്ല. ഞാൻ ഇമ്പോർട്ടന്റ് ആയ ഭാഗം മാത്രം നോക്കിയിട്ട് കണ്ടുപോകും. വർക്ക് ചെയ്യുന്ന ഭാഗം ഞാൻ സ്വന്തമായിട്ട് സാറ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ആദ്യം ചെയ്ത് നോക്കും. എന്നിട്ട് പിന്നെ സാറ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ചെയ്ത പോലെ തന്നെ അല്ലേ നോക്കും. അങ്ങനെ അല്ലാതെ ഫുള്ള് വെച്ചിരുന്ന് കാണില്ല. പറഞ്ഞത് എനിക്കൊന്ന് ക്ലാസ്സസിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ? ഞാൻ ചോദിച്ചത് നമ്മൾ സോഷ്യൽ മീഡിയാസ്, ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു ഫോണില്? അങ്ങനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും സോഷ്യൽ മീഡിയ? ഇൻസ്റ്റഗ്രാം ഉണ്ട്, അപ്പൊ 1 hour ലിമിറ്റ് ഉണ്ട്. അപ്പൊ മാക്സിമം 1 hour. പിന്നെ സ്കൂളില്ലാത്ത ദിവസം ചിലപ്പോ അതിൽ എക്സ്റ്റീഡ് ആകലുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ട എല്ലാത്തിനും ലിമിറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഫാൽക്കൺ ബാച്ചിലുള്ള കുട്ടി കൂടി ആയിരുന്നു. ഫാൽക്കൺ ക്ലാസ്സസ് ഹെൽപ്ഫുൾ ആയിരുന്നു. ഈ ഒരു ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് ബോർഡ് എക്സാമിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയോ? തോന്നിയിട്ടുണ്ട്. അതേ ക്ലാസ്സസ് പിന്നെ സ്പെസിഫിക് സബ്ജക്റ്റിന് ടീച്ചേഴ്സ് ഉണ്ടായതുകൊണ്ട് അതുപോലെ ടിപ്സും ട്രിക്സ് ഒക്കെ ഉണ്ട്. സ്പെഷ്യൽ ഒരുപാട് കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ? അതുണ്ടായതുകൊണ്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം അച്ഛനിപ്പോ രാവിലെയാണോ പഠിക്കാറ്, കൂടുതൽ രാത്രിയാണോ പഠിക്കാറ്, എങ്ങനെ ചെയ്യാറ്? രാവിലെ സംഭവം ഞാൻ രാവിലെക്കാട്ടി ഞാൻ രാത്രിയാണ് പഠിക്കാറ്. രാവിലെ സംഭവം ഞാൻ കുറച്ച് ദൂരെയാണ്, സ്കൂൾ കുറച്ച് ദൂരെയാണ്. അപ്പൊ രാവിലെ നേരത്തെ എണീറ്റ് പിന്നെ അപ്പോഴത്തേക്കും സ്കൂൾക്ക് പോകാൻ നേരം. നേരത്തെ എണീക്കുന്ന ഏകദേശം സമയം ഒരു 5 ആ സമയത്തൊക്കെ എണീക്കും. പിന്നെ പ്രയർ അതേപോലെ റൂട്ടീൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പഠിക്കാൻ റിവൈസിങ് ആണ് മെയിൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളാവും. ഭക്ഷണം കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് കളിക്കാൻ പോകും. കളിക്കലാണ് എന്ന് പോകാറ്. കളി ഞാൻ ഒഴിവാക്കിയില്ല. ഫിസിക്കലായിട്ടില്ല കളി.
നൈറ്റ് ഒരു എത്ര മണി വരെ പഠിക്കും? നൈറ്റ് ഏകദേശം 11 o'clock. 11 o'clock വരെ. ക്ലാസ് 10 CBSE ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്ട് ഏതെങ്കിലും ഉണ്ടായിരുന്നു? ഇത്രയും ഫുൾ മാർക്ക് ലഭിച്ച ഒരാളെ സംബന്ധിച്ച് എല്ലാം ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട്. ഇഷ്ടമില്ലാത്ത സബ്ജക്ട് പറയാനില്ല. SSL കുറച്ച് ടഫായി തോന്നിയത്. ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. മെയിനായിട്ട് നമുക്ക് എല്ലാം ഓർത്ത് വെക്കണം. കോൺസെപ്റ്റ് ബേസിനായിട്ട് കൂടുതൽ ഓർത്ത് വെക്കാനാണ്. നമുക്ക് കീവേഡ്സ് ഉപയോഗിച്ചിട്ട് വേഗം ആൻസർ ചെയ്ത് പോകണം. ബൈ ഹാർട്ട് മോഡ് ഓഫ് സ്റ്റഡിയേക്കാൾ ഇഷ്ടം കോൺസെപ്റ്റ് ബേസ്ഡ് സ്റ്റഡി ആണെന്ന് തോന്നുന്നു അല്ലേ? മനസ്സിലാക്കി പഠിച്ച്. ക്വസ്റ്റ്യൻസ് എങ്ങനെയാ നമ്മൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യണമല്ലോ. മാത്സ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം നമുക്ക് ഒരു കോൺസെപ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യാറ്? ക്വസ്റ്റ്യൻസ് സൈലന്റ് ടീച്ചേഴ്സ് ആയാലും സ്കൂൾ ടീച്ചേഴ്സ് ആയാലും കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കുറെ ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഒക്കെ അയച്ചു. അതേപോലെ സൈലന്റിന്റെ ആപ്പിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെയ്യും. പിന്നെ എക്സ്ട്രാ ഗൂഗിൾ AI-നോടും കുറെ നമുക്കിപ്പോ ഒരുപാട് സൗകര്യങ്ങളുണ്ടല്ലോ. ഇതില് ഏകദേശം എല്ലാതും നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമ്മളുടെ നിലവാരം എത്രയാണ്, അതേപോലെ ബാക്കിയുള്ള സ്റ്റുഡൻസ് എങ്ങനെ ചെയ്യണത് അതൊക്കെ നോക്കിയിട്ട് ഇപ്പൊ മെച്ചപ്പെടുത്തണോ, ഓക്കെ പാറാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യും. നല്ലതാണ്, വളരെ നല്ലൊരു അടിപൊളി സ്ട്രാറ്റജിയാണ്. അപ്പൊ ഇനി അച്ഛന്റെ പ്ലാൻ എന്താണ്? നമ്മുടെ സൈലം സ്കൂളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. +1 +2 കൂടെ എൻട്രൻസ് പഠിക്കാൻ വേണ്ടി പോവാണ്. എന്താണ് എയിം? നമ്മുടെ സ്കൂളിൽ ജോയിൻ ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്. എൻട്രൻസ് ആയിരിക്കും എന്തായാലും എയിം എന്ന് പറയുന്നത്. ഏത് എൻട്രൻസിലൊക്കെ നോക്കുന്നത്? നീറ്റ് എക്സാം 2028 ആണ് എയിം. ഇവിടെ അഡ്മിഷൻ വേണമെന്നാണ്. ഈ ഗോളൊക്കെ എപ്പോ സെറ്റ് ചെയ്ത് വെച്ചതാണ്? ഇപ്പൊ തോന്നിയ കാര്യമാണോ അതോ മുൻപുണ്ടായിരുന്നോ എയിംസിൽ അഡ്മിഷൻ വേണമെന്നുള്ള കാര്യമൊക്കെ? മുമ്പുണ്ടായിരുന്നു, പക്ഷെ എത്ര സ്ട്രോങ് ആയിട്ടില്ല. ഇപ്പൊ എന്നെ കൊണ്ട് കയ്യിൽ ചെറിയൊരു ഇങ്ങനെ വരുമ്പോ കൂടുതൽ സ്ട്രോങ് ആവാൻ. സൈലൻസ് സ്കൂൾ ക്ലാസ് ഒക്കെ തുടങ്ങി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? നല്ല ഉഷാറാണ്, നല്ല ടീച്ചേഴ്സാണ്, നല്ല ഫാക്കൽറ്റി, നല്ല എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് ഒക്കെയാണ്. നമ്മൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാണ്ട് ഈ 2 വർഷം കൊണ്ടാണ് എൻട്രൻസിന് സെറ്റ് ആക്കുകയാണ് അല്ലെ? നമ്മൾ സബ്ജക്ട് പറയുമ്പോൾ സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്. സയൻസ് ആണോ മാത്സ് ആണോ ഈസി ആയിട്ട് തോന്നിയത്? പഠിക്കാൻ ഈസി മാത്സ് ആണ്. മാത്സ് ആണ് ഈസി. മാത്സ് കൂടുതൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടെന്നാ പറയാറ്. സയൻസിൽ ഏതായിരുന്നു ഈസി? സയൻസില് ഒക്കെ ഏകദേശം പോലെ തോന്നി, ഏകദേശം ഒരേ ലെവലായിട്ടാണ് തോന്നിയത്. ഫിസിക്സ് എനിക്ക് ഏകദേശം മാത്സിനെ പോലെ തന്നെയാണല്ലോ. പിന്നെ കൂടുതൽ ഓർത്ത് വെക്കാനില്ല, നമുക്ക് കാൽക്കുലേഷൻ ചെയ്താൽ മതി. ന്യൂമറിക്കൽസ് ആണ് പൊതുവെ ഇഷ്ടമുള്ളത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളത് അല്ലെ? നമ്മുടെ ലാംഗ്വേജ് പഠിക്കുന്ന രീതി കുറെ പേർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. കാരണം നമുക്ക് സയൻസ് പഠിക്കാൻ ഒരുപാട് മെറ്റീരിയൽസും ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസും ഉണ്ട്. പക്ഷെ ലാംഗ്വേജ് എവിടെ നിന്ന് പഠിക്കണം, എന്ത് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം ഇപ്പോഴും കുട്ടികൾക്ക് അറിയില്ലല്ലോ. അപ്പൊ ലാംഗ്വേജ് എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നേ? ലാംഗ്വേജ് ഞാൻ മെയിനായിട്ട് വായിക്കൽ തന്നെയാണ് ലാംഗ്വേജ്. അത് വഴിയുള്ളൂ. പിന്നെ നമ്മളിപ്പോ ലാംഗ്വേജ് വായിക്കുമ്പോൾ ഒരു പാരഗ്രാഫിൽ ഇമ്പോർട്ടന്റ് കീവേഡ്സ് ഉണ്ടാവും, അത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, അത് ഓർത്ത് വെക്കണം. അപ്പൊ എക്സാമിൽ അത് എഴുതുമ്പോ ഇൻവിജിലേറ്ററിന് ഒരു ഇംപ്രഷൻ വരും. ഇൻവിജിലേറ്ററിനല്ല, അത് ചെയ്തിട്ട് നമ്മള് നോർമൽ വേർഡ്സിനൊക്കെ അതൊക്കെ ഉപയോഗിക്കുമ്പോ തീർച്ചയായിട്ടും ഫസ്റ്റ് ഇംപ്രഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നല്ല പോയിന്റ് ആണ് പറഞ്ഞത്. അപ്പൊ അത് നല്ലതാണ്. അപ്പൊ നല്ലൊരു ബെറ്റർ ലുക്ക് ആൻസർ കാണും. പിന്നെ കണ്ടന്റ് വേണം. കണ്ടന്റിലേലും നമ്മള് ഒരു സംഭവം നമ്മള് ഒരു 4 ലൈനിൽ എഴുതി പകരം 2 ലൈനിൽ എഴുതിയാലും മതി. പക്ഷെ അതിനനുസരിച്ച് കീവേഡ്സ് ഉപയോഗിക്കണം. അപ്പൊ ടൈം മാനേജ്മെന്റ് ഉണ്ടോ? ഇത്ര സമയത്തിനുള്ളിൽ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യണം. സോഷ്യൽ സയൻസിനും എനിക്ക് തോന്നുന്നു ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ടൈം തികയാതെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അല്ലേ? ഇപ്രാവശ്യം സോഷ്യൽ സയൻസ് 4 സെക്ഷനായി തിരിച്ചുകൊണ്ട് ടൈം കുറച്ചുകൂടി ഉണ്ടായിരുന്നു. ടൈം മാനേജ്മെന്റ് ടൈം തികയാത്തൊരു ഇഷ്യൂ വരുന്ന സബ്ജക്ട് ഏതാണ് പൊതുവെ? എനിക്ക് ഇംഗ്ലീഷിലാണ്. ലാംഗ്വേജിലാണ് അല്ലെ? സെക്കൻഡ് ലാംഗ്വേജ് അറബി ആയിരുന്നു. അറബിയില് കുഴപ്പമൊന്നുമില്ല, ഈസിയാണ്. അറബിയാണ് എനിക്കൊന്ന് ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട് പറഞ്ഞപ്പോൾ അറബിയ ഫസ്റ്റ് പറഞ്ഞത് അല്ലേ?
അപ്പൊ നമ്മുടെ ഓഡിയൻസ് നമ്മുടെ ക്ലാസ് 10 CBSE മക്കളാണ്. അതായത് ഇനി നമ്മുടെ 10th CBSE ബോർഡ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികളാണ്. ഒരു ഇയർ കറക്റ്റ് അവരുടെ മുന്നിലുണ്ട്. അപ്പം അതിന്റെ ഈ ഒരു സംഭവങ്ങളൊക്കെ, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണ്. അപ്പൊ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അച്ഛൻ പറയുന്ന കാര്യമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അച്ഛന് ഇവരോട് എന്താ പറയാനുള്ളത്? ഈ 10th CBSE പറയുന്നത് പേടിക്കേണ്ട ഒരു കാര്യമാണ്, ബോർഡ് എക്സാമിന് പേടിക്കാതെ എങ്ങനെ നേരിടാൻ വേണ്ടി പറ്റും, എന്താണ് ഒരു കുറച്ച് വേർഡ്സിലൊരു അഡ്വൈസ് പോലെ ഇവർക്ക് എന്തെങ്കിലും? നാഷണൽ CBSE എക്സാംസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആൾക്കാർക്ക് ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, ഭയങ്കര ടഫാണ്. പക്ഷെ നമ്മള് ശരിക്ക് എല്ലാ ദിവസവും അന്നേ ദിവസം എടുക്കുന്നത് ശരിക്കും അതേപോലെ വായിച്ച് വീട്ടിലെത്തിയ ഉടനെ റിവൈസ് ചെയ്യാം. അപ്പൊ തന്നെ പിന്നെ ക്ലാസ്സിലുള്ള ഫോക്കസ് പോയില്ല, അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതേപോലെ ഇതന്നെ റിവൈസിങ് തന്നെയാണ് മെയിൻ പോയിന്റ്. അത് എന്നും ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ എക്സാംസില് അതേപോലെ ഹാഫ് ഇയർലി മോഡൽ എക്സാംസ് ഇമ്പോർട്ടൻ്റ് ആണ്. മോഡൽ എക്സാംസ് ചെയ്യുമ്പോൾ നല്ലോണം പഠിക്കണം. എന്നിട്ട് അതനുസരിച്ച് അടുത്ത എക്സാംസ് വരുമ്പോൾ എവിടെയാണ് ഈ പോയിന്റ്സ് അവിടെ നല്ല വർക്ക് ചെയ്യണം. ഇതൊക്കെയാണ് മെയിൻ പോയിന്റ്സ്. നാഷണൽ CBSE ആകുമ്പോൾ ബോർഡ് എക്സാംസ് വരുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ ഈ ക്ലാസ് CBSE ബോർഡ് എക്സാം ഒരു ഉഷാറാക്കട്ടെ അല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് അച്ഛൻ. അപ്പോൾ അടിപൊളിയായിട്ട് ഇനി മുന്നോട്ട് പോകട്ടെ. താങ്ക് യു.